മാണിക്യത്തെ കുപ്പയിലെറിഞ്ഞ് അമേദ്യൻ വാരാൻ പോകുന്ന കണ്ടാങ്ക്രസുകൾ. ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി UDF നേതൃത്വം ഒരു യോഗം ചേരുകയുണ്ടായി. അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മുന്നണി വിപുലീകരണം ആയിരുന്നു. മുന്നണി വിപുലീകരണം എന്ന് പറയുമ്പോൾ UDF-ലെ ഘടകകക്ഷികളായി സകലവന്മാരെയും എടുക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല. UDF നേതൃത്വം സ്വപ്നത്തിൽ പോലും കരുതാത്ത ഒരു വമ്പിച്ച വിജയമാണ് കേരളത്തിലെ ജനങ്ങൾ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നൽകിയത്. പക്ഷേ അവർക്ക് ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ UDF-നെ വിജയിപ്പിച്ചിട്ടും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് ഇവർ മുന്നണി വിപുലീകരണത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. അല്ലെങ്കിൽ അത്രയും പ്രബലരായ വലിയ ഒരു വോട്ടർമാരുള്ള ഒരു പാർട്ടിയാണ് ഒരു മുന്നണിയായി വരുന്നതെങ്കിൽ നമുക്ക് അതിനെ ശ്ലാഘിക്കാം. എന്നാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ സംഭവിച്ചത് മിടുക്കന്മാരായ യുവനേതാക്കന്മാരെ ഒതുക്കി, തേൻകണിയിൽപ്പെട്ട് ഒതുക്കി, രാഹുലിനെയും ഷാഫിയെയും ഒക്കെ പോലെയുള്ള മിടുക്കന്മാരായ യുവനേതാക്കന്മാരെ ഇവന്മാർ ഒതുക്കിയിട്ട് ഇപ്പോൾ മുന്നണി വിപുലീകരിക്കുവാൻ, പാർട്ടിയുടെ വോട്ട് ബേസ് വിപുലീകരിക്കുവാൻ നടക്കുകയാണ്. രാഹുലിനെ തേൻകണിയിൽപ്പെടുത്തി തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് 4 മാസമാണ് മാധ്യമങ്ങളിലൂടെ അയാളെ വേട്ടയാടിയത്. ഈ പാർട്ടിയെ ഇവന്മാർ തന്നെ പ്രതിസന്ധിയിലാക്കിയത്. പക്ഷേ ജനങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതുകൊണ്ട് പാർട്ടിക്കും രാഹുലിനും ഒരു പോറൽ പോലും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ഈ മുന്നണി വിപുലീകരണം എന്ന് പറഞ്ഞ് ഇന്നൊരു നാടകം നടത്തിയതിൻ്റെ ഉദ്ദേശം ജനങ്ങൾ മനസ്സിലാക്കണം. PV അൻവറിനെ എത്രയും വേഗം UDF-ന്റെ ഭാഗമാക്കണമെന്ന് മുസ്ലിം ലീഗ് അന്ത്യശാസനം കൊടുത്തു കഴിഞ്ഞു. ആ മുസ്ലിം ലീഗിൻ്റെ ആ വിരട്ടൽ പ്രകാരം ഇന്ന് പെട്ടെന്ന് അൻവറിനെ തിരികെ എടുത്തു കഴിഞ്ഞാൽ നാണക്കേടാകും. അതുകൊണ്ട് ഒരു ചെറിയ നാടകം അങ്ങ് നടത്തി. PV അൻവറും കാമരാജ് കോൺഗ്രസിന്റെ നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖറും ആദിവാസി ഗോത്രസഭയുടെ നേതാവായിരുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എന്ന ഒരു പാർട്ടി ഉണ്ടാക്കിയ ഇപ്പോൾ NDA-യുടെ ഘടകകക്ഷിയായി നിൽക്കുന്ന CK ജാനുവും അപേക്ഷ നൽകി. അതുകൊണ്ട് ആ അപേക്ഷ കണക്കിലെടുത്ത് ഞങ്ങൾ അവരെ അസോസിയേറ്റ് മെമ്പർമാരാക്കി UDF-ന്റെ പാർട്ടാക്കി എന്ന് കേക്കച്ചൻ എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇതൊരു നാടകമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയണം. മുസ്ലിം ലീഗിന്റെ ആ വിരട്ടലിൽ എത്രയും വേഗം അൻവറിനെ പാർട്ടിയുടെ ഭാഗമാക്കുവാനുള്ളൊരു നാടകമാണ് ഇന്ന് നടന്നത്. അതിൻ്റെ കൂടെ അൻവറെ മാത്രമല്ല ഇവരെ കൂടി എടുത്തു എന്ന് പറയുവാൻ വേണ്ടിയുള്ള ഒരു നാടകമായിരുന്നു ഇന്ന് നടന്നത്. ഓർക്കുക, ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ കൂടെ ആരുണ്ട്? ഇയാളുടെ കൂടെ ഇയാളല്ലാതെ ഇയാളുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? അതല്ലെങ്കിൽ ഒരു UDF പോലെ ഒരു കക്ഷിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് കോൺട്രിബ്യൂഷനാണ് ഇയാൾക്ക് കേരളത്തിൽ നൽകുവാനുള്ളത്? അതുപോലെ CK ജാനുവിൻ്റെ കൂടെ എത്ര ഒരു വലിയ വോട്ടർമാരുണ്ട്? അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് എന്ത് കോൺട്രിബ്യൂഷൻ ഇവർക്ക് നൽകാൻ സാധിക്കും? അതുപോലെ അൻവറിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, അൻവറിന് കുറച്ച് വോട്ട് ബേസ് അവിടെ ഉണ്ടെന്ന് വെക്കാം. പക്ഷേ ഒരു കോൺഗ്രസ് പൈതൃകമുള്ള ഒരു കുടുംബത്തിൽ പിറന്ന ഇദ്ദേഹം കാണിച്ചിട്ട് പോയത് എന്താണ്? ഇടതുപക്ഷത്തിന്റെ പാർട്ടായി, ഇടതുപക്ഷത്തിന്റെ MLA ആയി 2 തവണ വിജയിച്ചു. ഇപ്പോൾ ഇതാ അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി, എന്തൊക്കെ പുകയിലുകൾ നടത്തി, അവസാനം ഒന്നുമല്ലാതായി മാറി, എന്തൊക്കെ അഭ്യാസങ്ങൾ കാണിച്ചു, അവസാനം യാതൊരു നിവൃത്തിയുമില്ലാതെ ഒരു അഡ്രസ് ഇപ്പോൾ വേണം. ഏതെങ്കിലും ഒരു മുന്നണി സംവിധാനത്തിന്റെ പാർട്ടായി നിന്നെങ്കിൽ ഇയാളുടെ നിലനിൽപ്പ് പ്രശ്നമാണെന്ന് മുസ്ലിം ലീഗ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ പിന്നെ എന്തുകൊണ്ട് മുസ്ലിം ലീഗിന് തങ്ങളുടെ സ്വന്തം സമുദായാംഗമായി ഇദ്ദേഹത്തെ മുസ്ലിം ലീഗിലേക്ക് എടുത്തുകൂടാ? അത് പറ്റില്ല, UDF-ന്റെ ഘടകകക്ഷിയാകണം. അങ്ങനെ അവർ ആ കാര്യത്തിൽ വിജയിച്ചു. ഇവിടെയും നാണം കെട്ടത് കേക്കച്ചനാണ്. അൻവർ അടഞ്ഞ അധ്യായമാണ്, യാതൊരു കാരണവശാലും അൻവറെ ഇതിന്റെ പാർട്ടാക്കത്തില്ല എന്ന് പറഞ്ഞിരുന്നു. അന്ന് രാഹുലും ഷാഫിയും ഒക്കെ അടങ്ങുന്ന ആ യുവനേതൃത്വം കയ്യിലുള്ളത് കൊണ്ട് അതുപോലെ ഇയാൾക്കൊരു നിലപാടെടുക്കുവാൻ പറ്റി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് സമയത്ത് ഇയാൾ വിരട്ടലുമായി വന്നു, സ്ഥാനാർത്ഥികളെ പാർട്ടിയുടേതായിട്ട് നിർത്തി, എന്തൊക്കെ വിരട്ടൽ നടത്തി, അവിടെ ഒന്നും സംഭവിച്ചില്ല. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറി. അതുപോലെ നിലമ്പൂരിൽ എന്ത് സംഭവിച്ചു? ഇയാൾ തന്നെ സ്ഥാനാർത്ഥിയായി നിന്നു. ആര്യടൻ ഷൗക്കത്ത് അവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അന്നേ എഴുതി തള്ളാമായിരുന്ന ഒരു കേസായിരുന്നു ഇത്. അന്ന്
വി ഡി സതീശന് അത്തരത്തിലൊരു ആർജവും കാണിക്കുവാൻ സാധിച്ചത് ഈ യുവനേതാക്കന്മാർ അടക്കം കൂടെ ഉണ്ടായിരുന്നു. അയാളുടെ ആ നിലപാടിന് ഒരു വലിയ പിന്തുണയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആരുമില്ല കൂടെ. ഒഴുക്കിനൊത്തു പോകാനേ ഇയാൾക്ക് സാധിക്കൂ. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ആ തീരുമാനത്തോട് നോ എന്ന് പറയുവാനുള്ള ആർജവം, ഇത്രയും നേട്ടങ്ങൾ നമ്മൾ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയത്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയത് ഇവരൊന്നുമില്ലാതെയാണ്. ഇനി ഒറ്റയ്ക്ക് നമുക്ക് ഈ നിലവിലുള്ള സംവിധാനത്തിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാനുള്ള ത്രാണിയും പ്രാപ്തിയുമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ നമ്മോടൊപ്പം നിൽക്കുമെന്ന് പറയുവാനുള്ള ത്രാണി വി ഡി സതീശൻ ഇല്ലാതെ പോയി. കാരണം അയാൾ ഇന്ന് അശക്തനാണ്. കാരണം ആ യുവനേതാക്കന്മാർ കൂടെയില്ല. ഇവന്മാരുടെ കൂടെ ഈ തീവട്ടികളെല്ലാം കൂടെ ആ സഖ്യത്തിന്റെ ഒരു പാർട്ടായി മാറി വി ഡി സതീശൻ. അല്ലാതെ വി ഡി സതീശന് സ്വന്തമായ ഒരു നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് ഇന്ന് ഇപ്രകാരം UDF കൂടി ഒരു തീരുമാനമെടുത്തത്. ആ UDF മീറ്റിംഗിന് ശേഷം KK നടത്തിയ ആ പ്രഖ്യാപനം ഒന്ന് കണ്ട ശേഷം ഉടൻ മടങ്ങി വരാം. ഈ UDF യോഗം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ശ്രീ PV അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ്, ശ്രീമതി CK ജാനു നയിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി, ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നയിക്കുന്ന കേരള കാമരാജ് കോൺഗ്രസ്, ഈ 3 കക്ഷികളെ UDFന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ ഇന്നത്തെ UDF ഏകോപന സമിതി യോഗം തീരുമാനിച്ചു. അതിൽ CK ജാനുവിന്റെയും വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെയും പാർട്ടികൾ ഇപ്പോൾ നിലവിൽ NDAയുടെ ഘടകകക്ഷികളാണ്. അവർ NDA വിട്ട് UDFൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവരത് രേഖാമൂലം അഭ്യർത്ഥിക്കുകയും ചെയ്തത് UDF യോഗം ചർച്ച ചെയ്തിട്ടാണ് ഈ 3 പാർട്ടികളെയും UDFന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. വി ഡി സതീശന്റെ ഈ പ്രഖ്യാപനം വന്നു കഴിഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ വിഷ്ണുപുരം ചന്ദ്രശേഖർ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല, ഞാൻ ആർക്കും ഒരു അപേക്ഷ കൊടുത്തിട്ടില്ല. UDF പ്രവേശനവുമായി സംബന്ധിച്ച് എനിക്ക് NDAയിൽ നിന്നും തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഹാപ്പിയല്ല, അതെല്ലാം സത്യമാണ്. പക്ഷേ നിലവിലെ അവസരത്തിൽ UDFിലേക്ക് ഞാൻ പോകുന്ന പ്രശ്നമില്ല. ഞാൻ അപ്രകാരം ഒരു അപേക്ഷ നൽകിയിട്ടില്ല. വി ഡി സതീശന് ചുണയുണ്ടെങ്കിൽ ഞാൻ നൽകിയ ആ അപേക്ഷ ഒന്ന് കാണിക്കാമോ എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചതോടുകൂടി യഥാർത്ഥത്തിൽ നാണം കെട്ടത് KK അന്നേരം ഇവന്മാർ എന്തടിസ്ഥാനത്തിലാണ് ഇപ്രകാരം ഒരു നടപടികൾ കൈക്കൊണ്ടത്? അതിനകത്തെ ആ പൊള്ളത്തരമൊക്കെ നമുക്ക് വ്യക്തമാക്കുന്നതാണ് ഈ വിഷ്ണുപുരത്തിന്റെ ഈ വാക്കുകൾ. വിഷ്ണുപുരത്തിന്റെ ആ പ്രതികരണം ഒന്ന് കണ്ട ശേഷം ഉടൻ മടങ്ങി വരാം. ഒരു പരിധിവരെയൊക്കെ പരിഹരിച്ചിട്ടുണ്ട് സംസാരിച്ച്. എന്റെ വിഷയങ്ങൾ ഇത്രയേ ഉള്ളൂ. അത് ഇതിന്റെ ചാനൽ പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. NDAയിലും കേട്ടോട്ടെ. അവര് ഈ ഘടകകക്ഷികളെ ആ മുന്നണി മര്യാദ അനുസരിച്ച് മാനിക്കുന്നില്ല എന്നുള്ളത് എന്റെ ഭാഗത്ത് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഞാൻ പറഞ്ഞിട്ട് 3 മാസം മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് സജീവമായിട്ട് നമുക്ക് കുറച്ച് സീറ്റ് തന്നു. അതിൽ ഒരു ബ്ലോക്കും ഒരു വാർഡും ഒക്കെ ജയിച്ചു. അതിന് ഈ പരസ്പര ബന്ധമുള്ളവരാണ് കോൺഗ്രസിൽ നിൽക്കുന്ന എല്ലാ ആളുകളും. ഞാൻ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ കോൺഗ്രസ് അന്ന് ബെന്നി ബഹനാനാണെന്ന് തോന്നുന്നു, എൻ്റെ ഉണ്ട്, ഇവിടെ തന്നെ ഞാൻ വേണമെങ്കിൽ കത്തെടുത്ത് തരാം. ഈ ഘടകകക്ഷിയാക്കാന്ന് പറഞ്ഞ് കത്ത് തന്നിട്ടുണ്ട് എനിക്ക് 10 വർഷം മുമ്പ്. അന്ന് നമ്മൾ ഇതിൽ ഘടകകക്ഷി അല്ല. അന്ന് ഈ കാമരാജ് കോൺഗ്രസ് ഇടതുപക്ഷത്തിനാണ് നമ്മൾ സഹായിക്കുന്നത്. വക്കം വിശ്വനാണ് ഇത് ഉദ്ഘാടനം ചെയ്തതൊക്കെ. ഇല്ല, അവരുടെ കാര്യം എനിക്കറിയില്ല. ഈ ജാനുവിന്റെ കാര്യവും അൻവറിന്റെ കാര്യവും എനിക്കറിയില്ല. ഒരു ചർച്ച നടത്തി സംസാരത്തിൽ ഏതെങ്കിലും തരത്തിൽ മുന്നണിയുടെ ഭാഗമാകുന്നതിനെ കുറിച്ച് അവർ ഇങ്ങോട്ടൊരു ആവശ്യം ഉന്നയിച്ചായിരുന്നു. ഞാൻ ഈ 3-4 നേതാക്കളോട് സംസാരിച്ചു. 4-5 നേതാക്കളുടെ എനിക്ക് തോന്നുന്നു. ഒരിക്കൽ കെ മുരളീധരന്റെ വീട്ടിൽ വന്നപ്പോൾ ചോദിച്ചപ്പോഴും പറഞ്ഞ് കെ മുരളീധരൻ പറഞ്ഞു, നിങ്ങളൊക്കെ നമ്മളോട്ട് നിൽക്കേണ്ട, പണ്ട് നിങ്ങളൊക്കെ നിന്നപ്പോൾ ഞങ്ങൾക്ക് 10 കൂടുതൽ സീറ്റ് കിട്ടി എന്ന് ഈ കെ മുരളീധരൻ പറഞ്ഞപ്പോഴും ഞാനും ഗൗരവം, എനിക്കും അവിടെ ഇതില്ല, ഗൗരവമായിട്ട് ഞാൻ മുമ്പോട്ട് ആലോചിക്കുന്നുണ്ട്. പാർട്ടിയൊക്കെ ആ രീതിയിൽ സജീവമായിട്ട് കമ്മിറ്റി എടുത്ത് തീരുമാനിക്കാം. അങ്ങനെ ഒരു തീരുമാനം പാർട്ടിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. 21-ാം തീയതിയാണ് VSDPയുടെ പ്രതിനിധി സഭ, അടുത്ത മാസം സെന്റ് ജോസഫിൽ.
എന്നാണ് അല്ല, അത് ഞാനിവിടെ കിടന്ന് തർക്കിക്കുന്നില്ല. നിങ്ങൾക്ക് എന്നെ ഞാൻ എന്തെങ്കിലും അങ്ങയുടെ പാർട്ടിയിൽ വേറെ ആരെങ്കിലും അപേക്ഷിച്ചു അങ്ങനെ അറിയാതെ ഈ പാർട്ടിയെ സംബന്ധിച്ച് പ്രസിഡന്റ് ആണ് ചിന്തിക്കേണ്ടത്. എന്ത് തീരുമാനിക്കാനും PSDP ആയാലും പ്രസിഡന്റ് അല്ല പരമാധികാരം. എന്റെ പാർട്ടിയിൽ ഒരാൾക്കും അപേക്ഷ കൊടുക്കാനും പറ്റില്ല, കൊടുത്തിട്ടുമില്ല. ഞാൻ പറയണ അതല്ലല്ലോ, ഞാനിത് ലൈവായിട്ട് പറയല്ലേ, അതെടുത്തൊരു ഏതെങ്കിലും ഒരു ചാനലിൽ കൂടി അങ്ങനെ കാണിക്കാം. വാട്സപ്പിലും നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചോ എന്ന് ചോദിച്ചാൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് മുന്നണിയിൽ എന്തൊക്കെ പ്രശ്നം, മുന്നണിയുടെ പ്രശ്നങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ 4 മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം BD സതീശനെ ഞാൻ ഇവിടെ അവരുടെ ഹൗസിൽ തന്നെ ഞാൻ പോയി കണ്ടു. നമ്മളെ പ്രതിനിധി സഭയ്ക്ക് ക്ഷണിക്കാനാണ് പോയത്. അപ്പോൾ എങ്ങനെയുണ്ട്, സുഖമാണോ എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ട്, അങ്ങനെയൊക്കെ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രമേശ് ചെന്നിത്തലയുടെ അമ്മ മരിച്ചപ്പോൾ ഹരിപ്പാട് ഞാൻ പോയിരുന്നു. അപ്പം അടുത്തുകൂടി ഇരുത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എങ്ങനെ വിഷുവിടെ എങ്ങനെയാണ് നിൽക്കുന്നത്, നമ്മളോട് നിൽക്കേണ്ടതല്ലേ, ഞാനും ഒരുപാട് ആലോചിക്കും എന്നൊക്കെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു 2-3 മാസത്തിന് അകത്തുള്ള കാര്യമാണ് ഹരിപ്പാട് വെച്ച്. ഇത്രേ ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ളൂ. പിന്നെ മുരളീധരനെ ഒരു ദിവസം ഞാൻ കണ്ടിരുന്നു. അപ്പം അതിനും കാരണം ഞാൻ ഈ NDAയിൽ അതൃപ്തനാണ് എന്ന് പറഞ്ഞ് ഞാൻ 1-2 ചാനലിലൊക്കെ പറഞ്ഞിരുന്നു. അത് വന്നിരുന്നു, മാതൃഭൂമി പോലെ ഈ ഇരിക്കുന്ന പല ചാനലിലും വന്നിരുന്നു. NDAയിൽ എനിക്ക് അല്ല, അതിന് ഇപ്പോൾ നിലവില് രാജീവ് ചന്ദ്രശേഖർ എന്നെ പരിഗണിക്കുന്ന രീതി വെച്ച് നോക്കുമ്പോൾ ഞാനത് പോകാൻ തയ്യാറല്ല. കാരണം ഈ ഘടകകക്ഷികളിൽ എന്നെ മിനിമം കാര്യങ്ങൾ ചുമലുകളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെ വിഴിഞ്ഞത്തിന്റെ ചുമതലയുണ്ട് നിലവിൽ. അത് കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ്റെയൊക്കെ പ്രധാന ചില കാര്യങ്ങൾ രാജീവ് ചന്ദ്രശേഖർ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാപട്യം കാണിക്കാൻ ഞാൻ തയ്യാറല്ല. അല്ല, അതൃപ്തി എനിക്കുണ്ട്, അതൃപ്തി നിലവിൽ എനിക്കുണ്ട്. രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ഇന്നലെ അത് സംസാരിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഉടൻ പോയി. അല്ല, എനിക്കൊന്നും വിലവേശാനൊന്നുമില്ല. ഞാൻ NDAയിൽ നിന്നിട്ടും 10-11 വർഷമായി. അത്യാവശ്യം കമ്മിറ്റിക്ക് ചെന്ന് ചായയും വടയൊക്കെ കഴിച്ചല്ലാതെ അതിൽ നിന്ന് ഒന്നും നേടിയിട്ടില്ല. ഞാൻ 10 വർഷം മുമ്പേ UDFനെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഈ ജില്ലയിൽ എല്ലാ സീറ്റുകളും അവർ ജയിച്ചു വന്നിട്ടുണ്ട്. അവരെ ഒന്നും ഞാനൊരു ചായയും വാങ്ങിച്ചു കുടിച്ചിട്ടില്ല. ഇനി 62 വയസ്സായ ആൾ ഇനി ബാർഗൈൻ ചെയ്ത് കൂടുതൽ എടുക്കാൻ ഒക്കൂ എന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. പിന്നെ മാനസികമായിട്ട് ഞാൻ നിൽക്കുന്നത്, ഞാൻ BJPയുടെ മുമ്പറൊന്നുമല്ല. ഈ കുട്ടിക്കാലം മുതൽ ഞാനൊരു സ്വയംസേനാണ്. എന്നെ വളർന്നതും വളർത്തിയൊക്കെ അവരാണ്. അവരുടെയെങ്കിലും ഒരു അറിവ് ഞാനെങ്കിൽ നേടണ്ടേ. അല്ല, ഞാൻ ഇത്രയും കാലം പ്രവർത്തിച്ച ആളുകളെ വലിച്ചെറിഞ്ഞിട്ട് ഞാൻ പോകും. BSDPയുടെ നിലപാട് നേരത്തെ കഴിഞ്ഞ പ്രതിനിധി സഭയ്ക്ക് നിങ്ങളെല്ലാവരും വന്നിരുന്നു. അന്ന് നമ്മൾ 3000 പ്രതികൾ സെന്റ് ജോസഫിൽ കൂടി BJP ആയിട്ട് അകലം പാലിക്കണമെന്ന് അന്ന് തീരുമാനിച്ചു. അത് തിരിച്ചിട്ടില്ലല്ലോ, എടുത്തിട്ടില്ലല്ലോ. BJP ആയിട്ട് അകലം പാലിച്ചാണ് നിൽക്കുന്നത്. ഇല്ല, പാർട്ടിയെ അത്തരത്തിൽ നമ്മളെ പാർട്ടിയുടെ ആളുകൾ സജീവമായിട്ടില്ല. ഞാൻ തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം അതുമൊക്കെ ചർച്ച ചെയ്യണമെങ്കിൽ നാളെ ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇയാൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ഇത്തിരിയും രൂപയൊക്കെ ചില കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ആളിന്റെ വോട്ട് വേറെ കൊടുക്കുമ്പോൾ അയാൾക്ക് അഭിപ്രായ വ്യത്യാസമല്ല, അത് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതെല്ലാം പരിഹരിക്കാം, പരിശോധിക്കാമെന്ന് വ്യക്തമായിട്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട്. പരിഹരിക്കുമെന്നാണ് വിശ്വാസം. അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യവും ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടുണ്ട്. 10 വർഷം മുമ്പ് ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ ഞങ്ങൾ 3-ാം സ്ഥാനമാണ് ഓരോ പഞ്ചായത്തിലും. BJP 4-ാം സ്ഥാനത്താണ്. അങ്ങനെ മത്സരിക്കേണ്ടി വന്നാൽ തിരുവനന്തപുരത്ത് മത്സരിക്കും. ഞങ്ങൾ കൂട്ടുമുന്നണിയിൽ അങ്ങനെ കടന്ന് എന്തെങ്കിലും നേടാൻ നിൽക്കുന്നവരല്ല, മത്സരിച്ചിട്ടുണ്ട്. അത് അന്ന് കള്ളിക്കാട് ബ്ലോക്ക് അല്ലേ, കള്ളിക്കാട് ബ്ലോക്കിൽ അവർ 4-ാം സ്ഥാനം, ഞങ്ങൾ 3-ാം സ്ഥാനമാണ്. ഇയാളാണ് മത്സരിച്ചത്. അപ്പം അങ്ങനെ മത്സരിക്കണമെങ്കിലും അങ്ങനെ ബാക്ക് സപ്പോർട്ടൊക്കെ ഈ പാർട്ടിക്കുണ്ട്. മത്സരിക്കേണ്ടി വന്നാൽ മത്സരിക്കും. അല്ല, ഞാൻ അതിൽ പോകുന്ന കാര്യം തള്ളു തന്നെ. കാര്യം ഈ രാജീവ് ചന്ദ്രശേഖർ എന്റെ വിഷയങ്ങൾ പറഞ്ഞ ഒരുപാട് വിഷയമുണ്ട്, എല്ലാം ഞാൻ പറയുന്നില്ല. അതിനെല്ലാം പരിഹാരം അദ്ദേഹം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാനിപ്പോ അങ്ങനെ ഉടനെ പോകുന്ന കാര്യം ഒന്നും ചിന്തിച്ചിട്ടുമില്ല. അല്ല, ഇതിന് മാനസികമായി എനിക്ക് യോജിപ്പുണ്ട്.
ഈ പ്രസ്ഥാനത്തിനോട് എനിക്ക് കടപ്പാടുണ്ട്. ഈ 15 വയസ്സ് മുതൽ ഈ 62 വയസ്സ് വരെ ഈ പ്രസ്ഥാനത്തിന്റെ പോഷക സംഘടനയായ സംഘം RSS പോലുള്ളതിൽ എനിക്ക് കടപ്പാടുണ്ട്. അതിനെയൊക്കെ ലംഘിച്ചു പോകാനുള്ള അതിനേക്കാൾ വലിയ സംവിധാനം ഇവർ ഒരുക്കും എന്നുള്ളതൊന്നും എൻ്റെ മനസ്സിലില്ല. അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും പോയിട്ട് എനിക്ക് MLA ആവണോ MP ആണ്. ഞാനിതാ ഈ ചാനലിൽ കൂടി അത് പറയാണ്, 62 വയസ്സായി, ഞാൻ ഒരിടവും മത്സരിക്കില്ല. ഇല്ല ഇല്ല ഇല്ല, ഇതിന്റെ NDAക്ക് ഇതിലെന്ത് മനസ്സിലാക്കണം? അവര് സഹകരിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഇലക്ഷൻ എന്ന് പറയുമ്പോൾ സഹകരിക്കാന്ന് പറയും. അല്ല, ഞാനന്ന് പറഞ്ഞു, എല്ലാവരും പറയില്ല, ഞാൻ നിൽക്കുന്നതാണ്, സജീവമായിട്ട് നിൽക്കുന്നുണ്ട്, സജീവമായിട്ട് ഞാൻ പ്രവർത്തിച്ച് നിൽക്കുന്നതാണ്. അങ്ങനെ എല്ലാ വിഷയങ്ങളും ഞാനങ്ങനെ NDAയിൽ നിൽക്കുമ്പോഴും NDAക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവർക്കനുസരിച്ച് സംസാരിക്കും. എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ സംസാരിക്കും. ഞാൻ NDAയുടെ വൈസ് ചെയർമാനാണ് ഈ സമയം ഇപ്പോഴും. കാമരാജ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റുമാണ്. ഘടകകക്ഷികൾ എല്ലാം അതൃപ്തരാണ് എന്ന് താങ്കൾ പറഞ്ഞു. അപ്പൊ ബാക്കി BJPക്ക് മാത്രമേ, അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ തെരഞ്ഞെടുപ്പിൽ പിന്തുണ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ അവരെ വോട്ട് കൂടുതലും കിട്ടുന്നത് BJPക്കാർക്ക്, ബാക്കിയുള്ള ഘടകകക്ഷിയൊക്കെ വോട്ടിടാനൊക്കെ മടിയുണ്ട് എന്നുള്ളത് തന്നെ നേരത്തെ പറയണതും ഇന്ന് പറയാനാണ്. ആ മടി മാറണം, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായ കുഴപ്പം തിരിച്ചും ഉണ്ടാവും. ഈ BDJS മുന്നണിയോട്ട് പോകണമെന്നൊക്കെ വെള്ളാപ്പള്ളി നടേശനൊക്കെ പറഞ്ഞിരിക്കുന്ന അവര് പറയണേല് എന്ത് പറഞ്ഞതെന്നല്ല, അവർ പറഞ്ഞതിൽ ചെറിയ കാര്യമില്ല. 300 സീറ്റ് മത്സരിക്കുമ്പോൾ ഈ 3 സീറ്റോ 4 സീറ്റോ അല്ലല്ലോ ജയിക്കേണ്ടത്. BJPക്ക് നേരത്തെ കിട്ടിയ വോട്ടുകളൊന്നും ആ സ്ഥലങ്ങളിൽ കിട്ടിയിട്ടില്ലല്ലോ. അവർ പറഞ്ഞതിൽ ന്യായമുണ്ട്, ഞാൻ പറഞ്ഞതിൽ ന്യായമുണ്ട്. ഞങ്ങളുടെ ദുഃഖങ്ങൾ പറയുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഒഴിച്ച് ബാക്കി സ്ഥലങ്ങളിൽ പ്രകടനം മോശമാണ്. അതിന് ഇതൊരു കാരണമാണോ? ഇല്ല, അതെ, 140 മണ്ഡലവും ഈ മത്സരിക്കുമ്പോഴും അവർക്ക് തന്നെ എല്ലാവർക്കും BJPക്ക് മത്സരിക്കണം. എല്ലാത്തിലും ഒന്നും ജയിച്ചില്ലെങ്കിൽ ബാക്കി ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കാനൊക്കെ കിടന്ന് തർക്കവും ഇതും ഒക്കെ എല്ലാം ഒന്നിച്ച് തിന്നുന്നുള്ള ഒരു ആർത്തി ഈ BJPക്കുണ്ട്. ആ ആർത്തിയെ ഞാൻ അംഗീകരിക്കില്ല, അത്രേ ഉള്ളൂ. പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷ UDF ആണെങ്കിൽ അനൗദ്യോഗികമായി ഇതിന് ശേഷം എടുത്തായിട്ട് അറിയിക്കുന്നു? ഇല്ല, അറിയിച്ചില്ല. ശരിക്ക് അറിയിപ്പെട്ടൊന്നും കിട്ടിയിട്ടില്ല. അല്ലല്ലേ, 62 വയസ്സായി എന്നെ ഡി പറയതുള്ളയോ? ഞാൻ എന്തിനും തയ്യാറാണെന്ന്. ഞാൻ അങ്ങനെ NDA എന്ന് പറഞ്ഞ് BJP ഒരു അടിമയായിട്ട് ജീവിക്കുന്നവനല്ല. ഇപ്പൊ അവിടെ തിരുവനന്തപുരത്ത് നിങ്ങൾക്കറിയില്ലേ ഒരു സ്വാമി സമാധിയായത്? BJP അങ്ങനെയുള്ള ആളുകൾ എല്ലാവർക്കും അതിൽ ഇടപെടാൻ ബുദ്ധിമുട്ടായിരുന്നു, ഡാമേജ് വരുന്നു. എനിക്കൊരു ഡാമേജ് വന്നില്ല, ഞാൻ ഇടപെട്ട്. ഞാൻ ആരുടെ അടിമയല്ല, ഞാൻ BJPയുടെ അടിമയല്ല, ഞാൻ ഒരുത്തരുടെ അടിമയല്ല. എനിക്ക് എഴുതി നടക്കാൻ കഴിയുന്ന കാലത്ത് എനിക്ക് അഭിപ്രായം ഉണ്ടാവും. എന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കും. അഭിപ്രായം തുറന്ന് തന്നെ പറയും. അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ NDAയുടെ വൈസ് ചെയർമാൻ. ഈ പത്രസമ്മേളനം നടക്കുന്ന ഈ സമയം അല്ല, എന്റെ വിഷയങ്ങളൊക്കെ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. അല്ല, ഒരു ഭാഗം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിച്ചവനാണ് ഞാൻ. എനിക്ക് ഒറ്റയ്ക്ക് മത്സരിച്ചാലും ഇവിടുത്തെ 10 ഈ നിമിഷവും അല്ല, സീറ്റ് വിഭജനമൊക്കെ വരട്ടെ, ഞാനെന്തായാലും മത്സരിക്കണില്ല. ആ ഭാഗം നിങ്ങൾക്ക് ഇപ്പോഴേ കുറിച്ച് വയ്ക്കാം. ഒന്ന് മതിയാക്കി. മലയൊന്നും കയറാനുള്ള ആരോഗ്യമൊക്കെ പോയി. ഏത് ഞാൻ മത്സരിക്കുമെന്നോ? ഇതിലാണ് നിൽക്കുന്നത്. ഈ അടുത്ത ആഴ്ച ഞാൻ രാധാകൃഷ്ണൻ ഇടയ്ക്ക് പറഞ്ഞത് ഈ മാസം തന്നെ മീറ്റിംഗ് ഉണ്ട് എന്നാണ്. ഡാറ്റ നിശ്ചയിച്ചിട്ടില്ല. പരിഹരിക്കപ്പെടുമെന്ന്. ജനമുള്ളവന്റെ വിഷയം പരിഹരിച്ചില്ലെങ്കിൽ പിന്നെ എവിടെ പരിഹരിക്കണത്? അല്ലെങ്കിൽ ഞാൻ ജനത്തിനെ കൂട്ടി തിരുവനന്തപുരത്ത് വരും. CK ജാനുവടക്കം പോകാനുണ്ടായ സാഹചര്യം എപ്പോഴെങ്കിലും അവരുടെ എല്ലാം വിഷമം പങ്കുവച്ചിരുന്നു? CK ജാനു ഈ ഘടകകക്ഷിയായിട്ട് കുറെ മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്താലും വ്യക്തിപരമായ ബന്ധമല്ല. അവർക്ക് നല്ല ഇത് കിട്ടിയിട്ടുണ്ട്. ഇവിടെ പ്രധാനമന്ത്രി വന്നതിന് മുമ്പ് ഒരു കസേരയെങ്കിലും അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇനി അവർക്ക് ഒരു കസേര അവരെ പേരെഴുതിയിട്ട് ആരെങ്കിലും കയറി ഇരിക്കുന്ന സ്ഥിതിയിലാണ്. അവര് മടത്തരം കാണിച്ചെന്നുള്ളത് ഞാൻ പറയും. ഈ UDF
അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് വാഗ്ദാനം ചെയ്താൽ ഞാൻ മത്സരിക്കില്ലെന്ന് പറഞ്ഞില്ല. താങ്കൾക്കല്ല താങ്കളുടെ പാർട്ടിക്ക് ഒരു സീറ്റ് വാഗ്ദാനം ചെയ്യുകയാണ്. അല്ല, ഇപ്പൊ അങ്ങനെ ഒരു തീരുമാനത്തിലോ അവരങ്ങനെ ഒരു കാര്യങ്ങളുള്ള ചർച്ച ഒരു ഓഫർ വന്നാൽ ഇപ്പൊ BJP ഇപ്പം താങ്കളിപ്പോ പറയുന്നത് NDAയിൽ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, അത് പരിഹരിക്കുമെന്നാണ് താങ്കളുടെ വിശ്വാസം. ഇനി അത് പരിഹരിക്കപ്പെടുന്നില്ല, അപ്പുറത്ത് UDF നിങ്ങൾക്ക് ഒരു ബെറ്റർ ഓഫർ തരികയാണെങ്കിൽ അതിനേക്കാൾ നല്ലത് ഞാൻ വയസ്സൊക്കെ ഇത്തിരി ആയതുകൊണ്ട് രാഷ്ട്രീയം ഒഴിവാക്കി വീട്ടിലിരിക്കും. എന്നാൽ പോലും UDF സഹകരിക്കില്ല. അല്ല, ഞാൻ സെയിംസനായിട്ട് നിൽക്കൂ. എൻ്റെ മരണം RSSലൂടെ RSSന്റെ പതാകയൊക്കെ പുറത്ത് മരിക്കാവും. ഇടയ്ക്ക് വെച്ച് ഞാൻ 1500 വോട്ട് BJP കിട്ടിയപ്പോൾ ഭൂതറസ്വാമി നിന്നപ്പോഴേ കൺവീനറാണ് കേരളവർമ്മ. എല്ലാ ഇലക്ഷനും ഞാൻ തൊട്ട പാർട്ടി ജയിച്ചിട്ടില്ല. എൻ്റെ കൊച്ചുനാൾ പോലെ ഇട്ട വോട്ട് പാഴാണ്, ജയിച്ചിട്ടില്ല. ഇപ്പൊ എൻ്റെ പാർട്ടി ജയിച്ചു. അല്ല, അഭിപ്രായം പറയാൻ എല്ലാവർക്കും ഉണ്ട്. അവർ ചെന്ന് വീട്ടിൽ പറയും, കവലയിൽ പറയും, ഞാൻ തുറന്നു പറയും. തുറന്നു പറഞ്ഞാൽ എനിക്കതിന് എന്ത് നടപടി വന്നാലും ഞാൻ റെഡിയാണെന്ന്. എനിക്കെല്ലാ നിയമമണ്ഡലത്തിനും കൂടി 10,000 പേരെ കൊണ്ട് റോട്ടി വരാനുള്ള ഇതൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ അടിമയായിട്ട് നിൽക്കില്ല. BJP ചെയ്യുന്നത്, BJPയിലെ പല ആളുകളും ഈ പാർട്ടി എന്നേ കഴിഞ്ഞ പ്രാവശ്യം രാജീവ് ചന്ദ്രശേഖർ ജയിക്കും ആയിരുന്നു എന്ന് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. ആ പാർട്ടിയിലുള്ള ആളുകളുടെ നിലപാടിന്റെ കുഴപ്പം തന്നെയാണ് അദ്ദേഹം ജയിച്ചത്. അത് അദ്ദേഹം മനസ്സിലാക്കട്ടെ. അത് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് എഴുതി നിങ്ങളെല്ലാം വാർത്തയാക്കിയിട്ടുണ്ട്. ഞാൻ ആരെയും മോശമെന്നോ നല്ലതെന്നോ അങ്ങനെ പറയാനല്ല, ഉള്ളത് പറയും. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുടെ NDAയുടെ മൊത്തത്തിലൊരു പ്രകടനം എങ്ങനെയായിരുന്നു? എനിക്ക് കിട്ടിയതനുസരിച്ച് അവര് പ്രതീക്ഷിച്ച അത്രയും ഒന്നും വോട്ട് എല്ലായിടം കിട്ടിയിട്ടില്ല. വോട്ട് കുറഞ്ഞ്. ഈ കോർപ്പറേഷനിൽ നോക്കിയായിരുന്നാലും കോർപ്പറേഷനിൽ ഘടകകക്ഷിക്കായിട്ട് വോട്ട് കിട്ടിയ ഇത് തന്നത് എനിക്ക് തോന്നുന്നത് BDSന് 3 സീറ്റും ശിവസേനയ്ക്ക് 1 സീറ്റും കാമരാജ് കോൺഗ്രസിന് 1 സീറ്റുമാണ് തന്നത്. അത് അവര് പ്രവർത്തിച്ചതിനനുസരിച്ചുള്ള സീറ്റ് കിട്ടിയെന്നുള്ള അഭിപ്രായം. അത്രത്തോളം അവർ പ്രവർത്തിച്ചു, നമ്മളൊക്കെ പ്രവർത്തിച്ചു. എൻ്റെ വാർഡ് ഇപ്പം NDAയിലൊക്കെ ഒരുപാട് നേതാക്കളുണ്ടല്ലോ. അവരുടെ വാർഡ് കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസ് ആയിരിക്കും. എൻ്റെ വാർഡ് കോൺഗ്രസ്സാണ്. ഞാൻ പിടിച്ചെടുത്തു. അവിടെ നിങ്ങൾ മുള്ളറുള്ള ഞാൻ താമസിക്കുന്ന വീടിരിക്കുന്നിടത്ത് ഞാൻ പിടിച്ചെടുത്തു. എൻ്റെ വാർഡിൽ ഞാൻ പ്രവർത്തിക്കും. എൻ്റെ വാർഡിൻ്റെ സ്ഥാനാർത്ഥി BJP ആയിരിക്കും. അത് നമ്മൾ വോട്ടിലൊന്നും ഇതില്ല. പക്ഷെ കുറച്ച് ആളുകളെങ്കിലും ഈ ഘടകകക്ഷിയെ ചിറ്റമ്മ നയത്തോടുകൂടി കാണുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമല്ല. ഇത് ലോകം കാണുന്നതാണ്. ഞാൻ പറയുന്നിടത്ത് തന്നെ അത് BJPയുടെ ആളുകൾക്ക് ഈ താമര ഒഴിച്ച് ഉള്ള ചിഹ്നം കണ്ട കുത്താനൊക്കെ അവിടെ മടിയുണ്ട്. അതൊക്കെ മാറിയില്ലെങ്കിൽ തിരിച്ചും കുത്തുന്നതിൽ മടിയുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒന്നും സംശയമൊന്നും. വിഷ്ണുപുരത്തിന്റെ വാക്കുകൾ കേട്ടല്ലോ. ഇനി നമുക്ക് UDF പ്രവേശനം സാധ്യമായ സ്ഥിതിക്ക് PV അൻവറിന് എന്താണ് പറയുവാനുള്ളത് എന്ന് കേട്ട ശേഷം ഉടൻ മടങ്ങി വരാം. ഞാൻ അന്ന് പറഞ്ഞിരുന്നത് കേരളത്തിൻ്റെ മതേതര ജനങ്ങൾ, കേരളത്തിൻ്റെ ന്യൂനപക്ഷങ്ങൾ, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ, ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി ഈ പിണറായിസത്തിനെതിരെ വോട്ട് ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഒരു പരിധി വരെ ആ വോട്ടിംഗ് നടന്നിരിക്കുകയാണ്. പക്ഷേ പിണറായിസത്തിനെതിരെ വോട്ട് ചെയ്യാത്തൊരു വിഭാഗം ഇപ്പോഴും ഇവിടെ ഉണ്ട്. അതെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഇവിടുത്തെ പാവപ്പെട്ട സഖാക്കളാണ്. അവർക്ക് അവരുടെ വികാരം പ്രകടിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധിക്കില്ല. കാരണം ത്രിതല തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഭൂരിപക്ഷവും പ്രാദേശികമാണ്. പക്ഷേ പിണറായിസത്തിനെതിരെയുള്ളൊരു വോട്ട് വരാനിരിക്കുകയാണ്. 3 മാസമേ ഉള്ളൂ. മാർച്ച് അവസാനത്തോടു കൂടി ഏപ്രിൽ 2nd വീക്കിനുള്ളിൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ നിങ്ങൾ എഴുതി വെച്ചോ, ഇപ്പോൾ 80 സീറ്റിന് മുകളിലാണ് UDFന് ഭൂരിപക്ഷമുള്ളതെങ്കിൽ അത് 100 സീറ്റ് കടക്കും. കാരണം ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം, ഈ പാർട്ടി ഇവിടെ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് സഖാക്കൾ ഈ നാട്ടിലുണ്ട്. അവർക്കുണ്ടായ മുൻ അനുഭവങ്ങൾ, പശ്ചിമ ബംഗാളിലെ അനുഭവം, ത്രിപുരയിലെ അനുഭവം, അതിനേക്കാളും മോശപ്പെട്ട അവസ്ഥയിലേക്ക് ഒരു കുടുംബത്തിൻ്റെ പാർട്ടിയാക്കി, ഒരു കുടുംബത്തിൻ്റെ ഗവൺമെൻറ്റാക്കി, ഈ ഗവൺമെൻറ്റിനെ മാറ്റി ഞാൻ പറയുന്ന മരുമോനിസവും പിണറായിസവും അത് മാത്രമായി പാർട്ടി ചുരുങ്ങി ഈ പോക്ക് മുന്നോട്ട് പോയാൽ കേരളത്തിൽ ഒരു കാലത്തും തിരിച്ചു വരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ല എന്ന് തിരിച്ചറിയുന്ന കേരളത്തിലെ വൃത്തിയുള്ള കമ്മ്യൂണിസ്റ്റുകാരായ സഖാക്കൾ അവർ ഈ പറയുന്നത് പോലെ 26 മാർച്ച് ഏപ്രിലിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
പിണറായിസത്തിനെതിരെ ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടാവും. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യമായി വോട്ട് ചെയ്യുന്ന സഖാവ് അവരായിരിക്കും ക്യൂവിൻ്റെ ഏറ്റവും മുമ്പിൽ, അവരായിരിക്കും പിണറായിസത്തിനെതിരെ ആദ്യത്തെ വോട്ട് നിലമ്പൂരിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ ആവർത്തിച്ച് പറയുന്നു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആദ്യമായി വോട്ട് ചെയ്യുന്ന കേരളത്തിലെ മുഴുവൻ ബൂത്തുകളിലും അത് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും, അത് പിണറായിസത്തിനെതിരായിരിക്കും. അതാണ് ഇവിടെ വരാൻ പോകുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ സഖാക്കളെയും അതുപോലെ തന്നെ ജനങ്ങളെയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പിണറായിസ കുടുംബാധിപത്യ മരുമോനിസ രാഷ്ട്രീയം അവസാനിപ്പിച്ച് കേരളത്തിലെ രക്ഷപ്പെടുത്താൻ UDF-നോട് സഹകരിക്കണമെന്ന് വിനീതമായി ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം UDF-ൻ്റെ മുഴുവൻ നേതാക്കളും, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ ശ്രീ VD സതീശൻ, KPCC-യുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, ശ്രീ രമേശ് ചെന്നിത്തല തുടങ്ങിയ മുഴുവൻ നേതാക്കൾ, മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പാർട്ടിയുടെ KPCC-യുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീ AP അനിൽകുമാർ, ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ, ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അതുപോലെ തന്നെ മറ്റുള്ള ഘടകകക്ഷികൾ, ബഹുമാനപ്പെട്ട PJ ജോസഫ് സാറ്, ഷിബു ബേബി ജോൺ തുടങ്ങി മുഴുവൻ ആളുകൾക്കും, അതോടൊപ്പം AICC-യുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട KC വേണുഗോപാലിനും UDF-മായി ബന്ധപ്പെട്ട മറ്റു മുഴുവൻ നേതാക്കൾക്കും പ്രവർത്തകർക്കും എന്നെ പിന്തുണച്ച പല വിഷയങ്ങളിലും ധാർമ്മികമായി എനിക്ക് പിന്തുണ നൽകിയ കേരളത്തിലെ പത്രമാധ്യമ പ്രവർത്തകർക്കുൾപ്പെടെ മുഴുവൻ ആളുകൾക്കും ഈ അവസരത്തിൽ നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും ബഹുമാനവും ആദരവും അറിയിക്കുകയാണ്. ഇല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുക എന്നതിലപ്പുറം എന്നെ സംബന്ധിച്ച് ഞാൻ ജനങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങൾ, ഈ പിണറായി ഗവൺമെൻറ്റിനെ താഴെ ഇറക്കി ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ എത്തിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ രാജിവെച്ച് പുറത്തു വന്നത്. എൻ്റെ നിലപാട് ഇപ്പോഴും ആ വിഷയത്തിൽ അത് തന്നെയാണ്. ഞാൻ മത്സരിക്കുകയോ ഞാൻ ജയിക്കുകയോ ചെയ്യുക എന്നതിലപ്പുറം പിണറായിസത്തെയും മരുമോനിസത്തെയും അവസാനിപ്പിക്കാൻ UDF-നോടൊപ്പം നിന്നുകൊണ്ട് പോരാട്ടം നടത്തുക എന്നതാണ് ആത്യന്തികമായി ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിലേക്കൊന്നും ഇല്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞല്ലോ, നമ്മൾ നിരുപാധിക പിന്തുണയാണ് കൊടുത്തത്. നിരുപാധിക പിന്തുണ കൊടുത്ത സ്ഥിതിക്ക് നമുക്ക് ആ സീറ്റ് വേണം ഈ സീറ്റ് വേണം എന്ന് പറയുന്ന വിഷയങ്ങൾ അതിൽ ഉദിക്കുകയില്ല. അതിൽ എങ്ങനെയാണോ UDF-ന് ഗുണകരമാകുന്നത് ആ നിലപാടിനോടൊപ്പം UDF എടുക്കുന്ന നിലപാടിനോടൊപ്പം ഞങ്ങളും ഉണ്ടാകും. ഭാഗമായി നിൽക്കുമ്പോൾ ഉള്ളതിനേക്കാൾ വലിയ പോരാട്ടമാണ് നടത്തുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ സാധ്യമാകുന്ന ഒരിക്കലും തോന്നിയിട്ടില്ല. ഇതിനൊക്കെ ഒരു എന്താ പറയുക, നല്ല മംഗളമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു കണക്കാക്കി. ഒരിക്കലും അങ്ങനെ നിരാശ എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഡയറിയിൽ, ഒന്ന് നന്ദികേട്, രണ്ട് നിരാശ. ഈ രണ്ട് വാക്കും എൻ്റെ ഡിക്ഷണറിയിലേ ഇല്ല. കാരണം നമ്മൾ ചെറിയൊരു ഉപകാരം ചെയ്ത് ഒരാൾ പിന്നെ അത് തിരിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് നന്ദികേടാണ് കാണിക്കുന്നത് എന്ന് പറയുന്ന ആളുകൾ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊരിക്കലും ആ വഴിക്ക് ചിന്തിക്കാറില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു. നന്ദികേട് ആര് കാണിച്ചു പോയാലും നമ്മൾ ആരെങ്കിലും സഹായിക്കുകയോ മറ്റു രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ദൈവം തരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നന്ദികേട് എന്ന വാക്ക്, അതുപോലെ തന്നെ നിരാശ. എന്തിനാ നിരാശ? നിരാശപ്പെടുകയാണെങ്കിൽ അതിന് മാത്രമല്ലേ നമുക്കൊക്കെ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ എപ്പോഴും ഞാനൊരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയായി നിൽക്കുന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പോലും എനിക്ക് അത്തരത്തിലുള്ള നിരാശ ഉണ്ടായിട്ടില്ല. ആശ ഉണ്ടാകുമ്പോഴല്ലേ നിരാശ. എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ആശകളില്ല, വലിയ മോഹങ്ങളില്ല. ഈ പോകുന്ന പോലെയൊക്കെ പോവുക. നമ്മൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ എത്രയാണോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്ത് മുന്നോട്ട് പോവുക. അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ഞാൻ ആലോചിക്കാറില്ല. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊക്കെ എപ്പോഴും ഭ്രാന്തായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം നിരാശ എന്ന് പറയുന്നൊരു വാക്കാൽ ഉദിക്കുന്നില്ല. സമയത്തൊക്കെ താങ്കൾക്ക് ചില വിയോജിപ്പുകളുണ്ടായി. ആര്യാടൻ ഷൗക്കത്തിന്റെ ഉൾപ്പെടെയുള്ള
എല്ലാ വിഷയങ്ങളും തീർന്നല്ലോ. നമ്മൾ നിലപാടിൻ്റെ ഭാഗമായിട്ട് എടുത്തു പോകുന്നതാണ്. ഇന്നും ആ നിലപാടുകൾ അടിയുറച്ച് നിന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നു. അത്രയേ ഉള്ളൂ. കോൺഗ്രസ്സുകാരനായ പി വി അൻവർ പഴയ കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസിൽ ഇപ്പോൾ എന്ത് മാറ്റാണ് ഉണ്ടായിട്ടെന്നാണ് തോന്നിയിട്ടുള്ളത്? അല്ല, അത്തരത്തിൽ നമ്മൾ ഓരോ പാർട്ടിയെക്കുറിച്ചും ഇവിടെ അപഗ്രഥിക്കാൻ നിന്നാൽ അത് എന്താ പറയുക, നമുക്കത് എവിടെ എത്തില്ല. ഇവിടുത്തെ വിഷയം പിണറായിസമാണ്. ഇവിടുത്തെ രണ്ടാമത്തെ വിഷയം മരുമോനിസമാണ്. ഇത് രണ്ടുമാണ് കേരളത്തെ ഒരു ക്യാൻസർ പോലെ എന്താ പറയുക കടന്നാക്രമിച്ച് കേരളത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥിതിയെ തന്നെ മാറ്റി പിണറായി. കേരളത്തിലെ ജനങ്ങളെ വിശ്വാസം അർപ്പിച്ചത് എവിടെയാണ്? എന്തുകൊണ്ടായിരുന്നു ഞാൻ ഉൾപ്പെടെയുള്ളവർ, അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ളവർ പലരും കോൺഗ്രസ് വിട്ട് ഞങ്ങൾ ഈ പറയുന്ന ഇടതുപക്ഷത്തോടൊപ്പം നിന്നത്? ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായിട്ടല്ല. ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്കൊന്നും കമ്മ്യൂണിസ്റ്റുകാരാകാൻ കഴിഞ്ഞിട്ടില്ല. രണ്ട് കാര്യത്തിലായിരുന്നു നിന്നിരുന്നത്. ഒന്ന്, ഇടതുപക്ഷത്തിൻ്റെ മതേതര നിലപാട്. രണ്ട്, സാധാരണക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആ പാർട്ടി തൊഴിലാളി വർഗ സാധാരണക്കാരുമായി ബന്ധപ്പെട്ട എടുത്തു വന്നിരുന്ന നിലപാട്. അത് രണ്ടും പോയില്ലേ? തൊഴിലാളികളുമായിട്ട് ഇവർക്ക് എന്ത് ബന്ധം? ഇവിടെ ആശാ വർക്കർമാരുടെ സമരം 7 മാസം നീണ്ടു നിന്നു. ആ സമരത്തിൻ്റെ ഒരു 100 രൂപ കൂട്ടി കൊടുക്കാനാണ് ഒരു തൊഴിലാളി വർഗ പാർട്ടി ആ സമരത്തോടെടുത്ത നിലപാട് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. പിന്നുണ്ടായിരുന്നത് മതേതരത്വമാണ്. ഇതുപോലെ ഒരു രാത്രി കൊണ്ട് ഒരു മുന്നണിയുടെയും ഒരു പാർട്ടിയുടെയും ആശയം നേർവിപരീതമായി. ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ ഉൾപ്പെടെയുള്ളവരെ തോളിലേറ്റിയാണ് നടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു കൂട്ടിയ കാര്യങ്ങൾ. കേരളത്തിൽ ആരെങ്കിലും അത് അംഗീകരിക്കുമോ? ഇവിടെ BJP അടക്കമുള്ള പാർട്ടികൾ ഈ പറയുന്ന വർഗീയത വിട്ടുകൊണ്ട് കേരളത്തിൻ്റെ എന്താ പറയുക ഡെവലപ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് പിണറായി വിജയൻ പച്ചയായ വർഗീയത ഇവിടെ പറയാൻ ചില ആളുകളെ തോളിലേറ്റി നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ തിരിച്ചടിയൊന്നും ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ BDJSനെ LDFിൻ്റെ ഭാഗമാക്കാൻ പറ്റുമെന്ന് നോക്കുന്നത്. അപ്പോൾ എവിടെ എത്തി പിണറായി? അതുകൊണ്ടാണ് പറയുന്നത് പിണറായിയെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ ഇവിടുത്തെ തൊഴിലാളികളോ ഒന്നും വിഷയമല്ല. ആകെ ഒരൊറ്റ വിഷയമുള്ളൂ, സ്വന്തം മകളും മരുമകനും സ്വന്തം കുടുംബവും. അവിടെ ഒരു കുഴപ്പം ഉണ്ടാകാൻ പാടില്ല. ഇവിടെ വന്ന കേസുകളൊക്കെ എവിടെ പോയി? കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസുകൾ എവിടെ? ഇവിടെ നടന്നിട്ടുള്ള നിരവധിയായ കാര്യങ്ങൾ ഈ പറയുന്ന കേന്ദ്ര BJP നേതൃത്വവുമായി പിണറായിക്കുണ്ട് എന്ന് ഞാൻ പറയുന്ന ഓരോ ഘട്ടങ്ങളും ഇവിടെ തെളിഞ്ഞു വന്നതല്ലേ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പാർട്ടി അറിഞ്ഞില്ല. ഈ പറയുന്ന എന്താ പറയുക ഇടതുപക്ഷ മുന്നണി അറിഞ്ഞിട്ടില്ല, മന്ത്രിമാരറിഞ്ഞിട്ടില്ല. 22-ാം തീയതി നടന്ന ക്യാബിനറ്റിൽ ഇതിൽ ചർച്ച ചെയ്യുമ്പോൾ 18-ാം തീയതി പോയി വിദ്യാഭ്യാസ മന്ത്രി ഒപ്പിട്ട് വന്നിട്ട് ഇത് ഒപ്പിടരുത്, ഇതിന് പിന്തുണ കൊടുക്കരുത് എന്ന് ക്യാബിനറ്റ് തീരുമാനിക്കുമ്പോൾ ആ ക്യാബിനറ്റിൽ ഞങ്ങളിത് ഒപ്പിട്ട് പോയി എന്ന് പോലും പറയാൻ മറച്ചു വെച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഇതാണ് ഇവിടുത്തെ വിഷയം. ആ വിഷയം ഇനിയും എങ്ങനെയാണോ ഈ വർഗീയവാദികളുമായി ഒട്ടിക്കൊണ്ട് കേരളത്തിലെ മതേതര ജനതയെയും അതുപോലെ തന്നെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെയും മാറ്റി നിർത്തി ഇവിടുത്തെ വർഗീയവാദികളുമായി കൂട്ടുചേർന്നുകൊണ്ട് മത്സരിച്ച് ജയിക്കാൻ കഴിയുമെന്ന ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും ശ്രീ പിണറായി വിജയൻ നിൽക്കുന്നത്. സത്യത്തിൽ ഈ പറയുന്ന ശബരിമല ഇഷ്യൂ നമ്മൾ ആരും പ്രതീക്ഷിക്കാതെയാണ് ദൈവമായിട്ട് കൊടുന്നു തരികയാണ്. ദൈവമായിട്ടുള്ള ദൈവത്തിൻ്റെ ദൈവികമായ ഇടപെടൽ നമ്മൾ പറയാറുണ്ട്. ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തെ പറഞ്ഞു പറ്റിച്ച് വഞ്ചിച്ച് അയ്യപ്പ സംഗമം നടത്തി ഞങ്ങൾ അയ്യപ്പൻ്റെ ആളുകളാണെന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവികമായ ഇടപെടൽ ഉണ്ടാകുന്നത്. ഇപ്പം എന്താ സ്ഥിതി? മുഴുവൻ അടിച്ചു മാറ്റിയിരിക്കുക. എത്ര കിലോ സ്വർണം ആരൊക്കെ കൊണ്ടുപോയി, എങ്ങോട്ടൊക്കെ കൊണ്ടുപോയി? കേരളം വളരെ ഗൗരവമായി ചർച്ച ചെയ്യല്ലേ. അപ്പോൾ നിങ്ങളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ കേരളത്തിലെ സംബന്ധിച്ച് നമ്മളൊക്കെ വിശ്വാസം വർദ്ധിച്ച് നിൽക്കുകയാണ്, എല്ലാ മതവിഭാഗങ്ങളും. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കഴിഞ്ഞ എന്താ പറയുക 18-ലെ പ്രളയം, 19-ലെ പ്രളയം, അത് കഴിഞ്ഞിട്ടുണ്ടായ കൊറോണയുടെ ദുരന്തങ്ങൾ, ലോകം മുഴുവൻ ദുരന്തങ്ങളുടെ കാലഘട്ടമാണ് കഴിഞ്ഞു പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യരൊക്കെ ഒരു ദൈവിക വിശ്വാസത്തിലേക്ക് ഉള്ള വിശ്വാസികൾ ഒന്നുകൂടെ വിശ്വാസം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അവിടെ ഈ വിശ്വാസി സമൂഹത്തെ മതനിരാസമാണ് കമ്മ്യൂണിസം മുന്നോട്ട് വെക്കുന്നത്.
ആ മതനിരാസത്തിൽ നിന്ന് മാറി ഈ പറയുന്ന ശബരിമല ഉൾപ്പെടെയുള്ള സകല ദേവാലയങ്ങളിലും അമ്പലങ്ങളിലും ഈ പറയുന്ന നിരീശ്വരവാദികളെ കുത്തിക്കയറ്റി പിണറായി അവിടുത്തെ എന്താ പറയുക ഭരണാധികാരികളാക്കി അവിടുത്തെ ഭരണ സമിതിയിലേക്ക് കൊണ്ടുവന്നു. ആ ദുരന്തമാണ് ശരിക്ക് ഈ പറയുന്ന ശബരിമലയിലുണ്ടായത്. ഒരു വിശ്വാസിക്ക് അവിടുന്ന് ഒരു രൂപ എടുക്കാൻ കഴിയുമോ? അവൻ്റെ കൈ വിറക്കൂലേ? നമുക്കെല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ ഒരു വിശ്വാസവുമില്ലാതെ വിശ്വാസത്തിന് നേരെ ഘടകവിരുദ്ധമായി ചിന്തിക്കുന്ന ആളുകളെ ഇത്തരത്തിലുള്ള അമ്പലങ്ങളിലും ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ടിരുത്തിക്കൊണ്ട് അവിടുത്തെ മുതൽ പോലും കൊള്ളയടിക്കുകയാണ്. ഇതെന്ത് കൊള്ളയടിയാണ്? നമുക്ക് അവിടെ കൊണ്ട കാണിക്കയിൽ നിന്ന് സഞ്ചിയിലിട്ട് കൊണ്ടുപോയതാണ് ഈ മനസ്സിലാക്കുക. ജനലും വാതിലും വാതിൽപ്പാടികളും വിഗ്രഹങ്ങൾ മുഴുവൻ അടിച്ചു മാറ്റുന്നു. ആർക്കാ സാധിക്കുക? ഒരു വിശ്വാസിക്ക് സാധിക്കുമോ? ഇപ്പം കെ കരുണാകരനൊക്കെ ഇവിടെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ഒരു വിശ്വാസിയല്ലാതെ ഒരു പരിപൂർണ വിശ്വാസിയാണ് എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട കെ കരുണാകരന് വ്യക്തിപരമായി അറിയുന്ന ആളുകളെയായിരുന്നു ഇത്തരം പോസ്റ്റിങ്ങുകൾ നടത്തിയിരുന്നത്. എന്താ പിണറായി ചെയ്യുന്നത്? എങ്ങനെ ഇത് കട്ടെടുക്കാൻ കഴിയും? അത്തരത്തിലുള്ള കൊള്ള സംഘങ്ങളെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ പരിണിത ഫലം വിശ്വാസ സമൂഹം കൃത്യമായും ഈ തെരഞ്ഞെടുപ്പ് പ്രതികരിച്ചു. അതിലും വലിയ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ആ കേസ് മുക്കാൻ നോക്കുമ്പോൾ കോടതിയെ കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ കോടതി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊക്കെ എവിടെ എത്തും എന്നുള്ളത് നമുക്ക് വരാനിരിക്കുന്ന നാളുകളെ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും കൈവിട്ടൊരു ഗവൺമെൻറ്, എല്ലാവരും കൈവിട്ടൊരു മുഖ്യമന്ത്രി, ഈ പറയുന്ന ടോട്ടലി ഹാൻഡിക്യാപ്ഡാണ് ഈ ഗവൺമെൻറ്, ടോട്ടലി ഹാൻഡിക്യാപ്ഡാണ്. അപ്പോൾ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 16 തൊട്ട് 21 വരെയുള്ള ഗവൺമെൻറ് കഴിഞ്ഞ് 21 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പം 2 ടേം നിർബന്ധമാക്കി. CPM ആരും മൂന്നാമത് മത്സരിക്കാൻ പാടില്ല തീരുമാനമെടുത്തു. എന്തായിരുന്നു ആ തീരുമാനത്തിന് പിന്നിൽ? നിങ്ങൾ ആലോചിക്കണം, സഖാക്കൾ ആലോചിക്കണം. ആ തീരുമാനത്തിന് പിന്നിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. ചില ആളുകളെ വെട്ടണം, ടീച്ചറെ വെട്ടണം, ഐസക്കിനെ വെട്ടണം, ആലപ്പുഴയിലെ സുധാകരനെ വെട്ടണം. സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള നല്ല ശേഷിയുള്ള പാർട്ടിയിൽ വേരുകളുള്ള കഴിവുള്ള ഈ പറയുന്ന സഖാക്കളായ മുൻ മന്ത്രിമാരെ മുഴുവൻ വെട്ടണം. എന്നിട്ടോ മരുമകനെയും മരുമകൻ്റെ കൂട്ടാളികളെയും പാർട്ടിയിലേക്ക് കൊണ്ടുവരണം. അതിന് നടത്തിയ ഏറ്റവും ഹീനമായ പിണറായിയുടെ നീക്കത്തിൻ്റെ ദുരന്ത ഫലമാണ് ഈ കഴിഞ്ഞ 4.5 വർഷമായിട്ട് അനുഭവിക്കുന്നത്. എന്താ കേരളത്തിൽ ഇന്ന് നിലവിലുള്ള മന്ത്രിമാരെ കുറിച്ചുള്ള അവസ്ഥ നിങ്ങൾക്കറിയാലോ. ഒരു വിഷയത്തിൽ ഇടപെടാൻ ശേഷിയുള്ള എത്ര പേർ കേരളത്തിലെ ഈ പറയുന്ന മന്ത്രിസഭയിലുണ്ട്? അപ്പം അത് സെറ്റായി. മരുമകനെ മന്ത്രിയാക്കി, പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പറാക്കി, ഇനിയിപ്പോൾ പോളിറ്റ് ബ്യൂറോ ആക്കാൻ നിൽക്കുന്നു. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ 2 വർഷം നിർബന്ധമില്ല. അതെന്ത് മാജിക്കാണ്? ഇത് ഞാൻ പറയുന്നത് കേരളത്തിലെ സഖാക്കളോടാണ്. ഈ രീതിയിൽ ഓരോ ഘട്ടത്തിലും പിണറായിയുടെ ക്രുക്കഡ്നെസ്, ആ ക്രുക്കഡ്നെസ് വർക്കൗട്ട് ചെയ്ത് ഇവിടെ എത്തിച്ച് ആ പാർട്ടി തന്നെ ഇല്ലാതായ അവസ്ഥയിലേക്ക് കേരളത്തിലെ പിണറായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അത് കേരളത്തിലെ തൊഴിലാളികളും സഖാക്കളും 26 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചറിയണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അല്ല, ലീഗിൻ്റെ നിലപാട് നിർണായകമായിരുന്നു. കോൺഗ്രസ് ലീഡർഷിപ്പിലെ നേതാക്കളുടെ നിലപാട് നിർണായകമായിരുന്നു. മൊത്തത്തിൽ കേരളത്തിലെ എല്ലാ UDF പ്രവർത്തകരും ഈ പിണറായിസത്തിനെതിരെ പോരാട്ടത്തിൽ ഞാൻ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചവരാണ് എന്നാണ് പല ഘട്ടത്തിലായിട്ട് നമുക്ക് വരുന്ന മെസ്സേജുകൾ, ആളുകളുടെ പിന്തുണ എന്നൊന്നും മനസ്സിലാക്കുന്നത്. ഞാൻ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ എവിടെയാണോ UDF ലീഡർഷിപ്പിനോട് മത്സരിക്കണം എന്ന് പറയുന്നിടത്ത് മത്സരിക്കും. അല്ല, ചേർത്തപ്പോൾ ആർക്കും എന്ത് പറയാമല്ലോ. ഞാൻ എൻ്റെ നയം വ്യക്തമാക്കിയല്ലോ. 140 മണ്ഡലമാണല്ലോ കേരളത്തിലുള്ളത്. ഈ 140 മണ്ഡലത്തിൽ UDF ലീഡർഷിപ്പ് അന്ന് നിങ്ങൾ ഇന്ന മണ്ഡലത്തിൽ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ മത്സരിക്കും. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട, നിങ്ങൾ ക്യാമ്പയിനർ ആയാൽ മതി എന്ന് പറഞ്ഞാൽ ഞാനൊരു ക്യാമ്പയിനറായി നിൽക്കും. അങ്ങനെ PV അൻവറിന് ഒരു അഡ്രസ്സായി, സന്തോഷമായി. ഇനി CK ജാനുവിന് UDF പ്രവേശനം സാധ്യമായ സ്ഥിതിക്ക് ഇനി എന്താണ് പറയുവാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം.
എന്തായാലും ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിൽ UDF-ഉമായിട്ടുള്ള ഒരു ചർച്ച, കുറച്ച് ഒരു നീണ്ട ചർച്ച നടന്നിട്ടുണ്ട് ഇതിനു മുമ്പേ. അതിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ അസോസിയേറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ പരിഗണിച്ചിരിക്കുന്നത്. അത് വളരെ സ്വാഗതാർഹമാണ്. ശരിക്കും ആളുകളൊക്കെ അങ്ങനെ ഒരു അംഗത്വത്തെ ശരിക്കും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ നാളുകളിലായിട്ട് ഇപ്പോൾ ഓരോ സ്ഥലത്തും ഞങ്ങളുടെ മീറ്റിംഗ് ഇപ്പോൾ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇന്നലെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി രൂപീകരണം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ ഇവിടത്തേക്ക്. അപ്പോൾ എന്തായാലും ഒരു നല്ല ജനാധിപത്യ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പരമാവധി ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സംഭവത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ തന്നെയാണ് കാണുന്നത്. UDF ഒരു ജനാധിപത്യ ഒരു രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുന്ന, എല്ലാ ആളുകളെയും അതിൻ്റെ ഒപ്പം നിർത്തുന്ന ഒരു ജനാധിപത്യ സമീപനം UDF-ന് ശരിക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു ജനാധിപത്യ സമീപനത്തിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് മനുഷ്യരാശിയുടെ തന്നെ ഒരു നിലപാട്. ആ ഒരു നിലപാട് അനുസരിച്ച് ഇപ്പോൾ ഞങ്ങളുടെ JRP ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിലും വളരെ നീണ്ട കാലത്തുള്ള ചർച്ച ഞങ്ങളുടെ ഇടയിൽ തന്നെ തമ്മിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തമ്മിൽ നടന്നതിൽ എല്ലാവരുടെ ഒരു ഏക അഭിപ്രായം എന്നുള്ള നിലയിൽ ജനാധിപത്യത്തിനോടൊപ്പം നിൽക്കുക, ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിന് ഒപ്പം നിൽക്കുക, അതിലൂടെ ആളുകളുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടാൻ സാധ്യമാവുള്ളൂ. ഈ കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവം വെച്ച് നോക്കിയാലും അതാണ് ഒരു ശരി എന്നുള്ള നിലയിലാണ് എനിക്ക് ശരിക്കും പറയാനുള്ളത്. ഇപ്പോൾ ഈ ആദിവാസികൾക്ക് ഭൂമി കൊടുക്കുന്നത് തുടങ്ങി. ഇപ്പോൾ AMIMൻ്റെ അരി പോലും കൊടുക്കുന്നില്ലേ? അത് 2001 ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലുള്ള ഒരു കുടിൽക്കെട്ടൽ സമരത്തിലൂടെയാണ് ശരിക്കും ആ പ്രക്രിയ കൊണ്ടുവന്നത്. അന്ന് ശരിക്കും UDF ഗവൺമെൻറ് ആയിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത്. 6 മാസത്തേക്കുള്ള ഒരു സൗജന്യ റേഷനായിരുന്നു പ്രഖ്യാപിച്ചത്. അപ്പോൾ നമ്മളുടെ ഇടപെടൽ കൊണ്ട് അത് നിരന്തരമായിട്ടുള്ള ഒരു സൗജന്യ സംവിധാനത്തിലേക്ക് 2001 ശേഷം വരുവാണ് ചെയ്തത്. ഇപ്പോൾ ഈ ട്രൈബൽ പ്രൊമോട്ടർമാരുടെ ഈ തസ്തിക പോലും നമ്മുടെ ഈ സമരത്തിനോടൊപ്പം ഉണ്ടാക്കിയത് അത് UDF ഗവൺമെൻറ് തന്നെയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഭൂരഹിതരായിട്ടുള്ള ആദിവാസികൾക്ക് ഭൂമി കൊടുക്കുന്ന കാര്യത്തിൽ അതിൻ്റെ കരാറുണ്ടാക്കുന്നത്, ഒരു വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്യുന്നത്, ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവുന്നത് ഒക്കെ UDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും 25,000 ഏക്കർ ഭൂമി കേരളത്തിലേക്ക് വിട്ടുകിട്ടണം ഇവിടുത്തെ ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞതിൽ 19,000 ഏക്കർ ഭൂമി, ഹെക്ടർ ഭൂമി ഈ കേരളത്തിലേക്ക് വിട്ടു തന്നിട്ടുണ്ട്. ഇപ്പോൾ LDF പോലും പല സ്ഥലത്ത് ആളുകളെ കയറ്റി നിർത്തി അവരാണെന്ന് പറയുന്ന സ്ഥലത്ത് പോലും ഈ 19,000 ഏക്കർ ഭൂമി കിട്ടിയതിലാണ് അവർ കയറ്റിയിരിക്കുന്നത്. അവർ പ്രത്യേകിച്ച് ഒരു ഭൂമി കണ്ടെത്തി അവരെ ഒരു ഗവൺമെൻറ് സംവിധാനത്തിലൂടെ അങ്ങനെ ചെയ്തത് പോലും അല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ ജനാധിപത്യ UDF പോലുള്ളൊരു ഗവൺമെൻറ്റാണ് ആദിവാസികൾക്ക് അനുകൂലമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിലെ ദളിതരായിട്ടുള്ള ആളുകൾക്കാണെങ്കിലും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ഇടയിലും ഒരു സജീവ സാന്നിധ്യം അവരുണ്ടാക്കുകയും അവരുടെയൊക്കെ പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടുകയും അത് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ജനാധിപത്യ മര്യാദയാണ്. ഈ ആളുകളുടെ പ്രശ്നവും അവരുടെ ആവലാതിയും കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്ന് പറയുന്നത് അത് ശരിക്കും ഈ ജനാധിപത്യ UDF പോലുള്ള ഗവൺമെൻറ്റാണ് അത് ഒരു മാതൃകയായിട്ട് കേരളത്തിൻ്റെ തന്നെ മാതൃക എന്നുള്ള നിലയിൽ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയും ഈ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഒപ്പം നിൽക്കണം എന്നുള്ള ഒരു തീരുമാനവും ആലോചനയെടുത്തു. അതിനനുസരിച്ചിട്ടുള്ള ഒരു ചർച്ച വളരെ സജീവമായിട്ട് നടത്തി. അതിപ്പോൾ അതിൻ്റെ ഒരു നിർണായക തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട്, വളരെ സ്വാഗതാർഹമാണ്. ഞങ്ങളുടെ ആളുകൾ പല സ്ഥലത്തും ഇപ്പോൾ ഞാൻ അറിഞ്ഞത് ഇപ്പോൾ തിരുവനന്തപുരം തുടങ്ങിയിട്ടുള്ള ആളുകൾ പായസം വെച്ച് ആഘോഷം നടത്തുന്നു, നമ്മളെ മുന്നണിയിൽ ഈ അസോസിയേറ്റ് ആയിട്ട് സ്വീകരിച്ചതിന് എന്നാണ് ആളുകൾ ഓരോ സ്ഥലത്തും പറയുന്നത്. അപ്പോൾ ആളുകൾ വളരെ സന്തോഷത്തിലാണ് എല്ലാ തലത്തിലും. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ, ആ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിഗണന അത്തരം ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പരിഗണിക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. അല്ല, ഇപ്പോൾ നമ്മളെ ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ആ സംവിധാനത്തിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ ഈ വരുന്ന ആളുകൾക്കും ബാധകമാണല്ലോ.
സീറ്റ് പോലെയുള്ള അത്തരം സംവിധാനങ്ങളിലേക്കൊക്കെ വരും. അത്തരം ചർച്ച ഇതുവരെ നടത്തിയിട്ടില്ല. ഇനി പക്ഷെ നടത്തേണ്ടി വരും അത്തരം കാര്യങ്ങളൊക്കെ. വയനാട് പോലുള്ളൊരു ജില്ലയിലെ വിഭാഗങ്ങൾ കൂടുതലുള്ള ജില്ല സ്വാധീനമുള്ള മേഖലയിലൊക്കെ സീറ്റ് ചോദിക്കാനോ അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലും ഒരു ചർച്ച നേരത്തെ നടന്നിട്ടുണ്ടോ? ആ രീതിയിൽ ഒരു ചർച്ച നടത്തിയിട്ടില്ല. പക്ഷേ ഇനിയുള്ള കാലം നടത്താവുന്നതാണ്. അല്ല, ആ കാര്യത്തിനെ കുറിച്ച് ഞങ്ങളുടെ JRP പാർട്ടി ഒന്ന് കൂടി ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പാർട്ടി എന്നുള്ള നിലയിൽ വ്യക്തിപരമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. പാർട്ടിയായിട്ട് കൂടി ആലോചിച്ച് പാർട്ടിയുടെ എല്ലാ ആളുകളുടെ ഭൂരിപക്ഷ അഭിപ്രായത്തിനനുസരിച്ച് ഒരു നിലപാടെടുക്കുള്ളൂ. ഇത്രയും കാലം NDAയിലായിരുന്നല്ലോ, എങ്ങനെയാണ് ആ മുന്നണിയിൽ പോയതിൽ പശ്ചാത്താപം തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ തെറ്റായ തീരുമാനമാണെന്നൊക്കെ തോന്നുന്നുണ്ടോ? അത് ഒരു തെറ്റായ തീരുമാനമായിട്ട് അതിനെക്കുറിച്ച് തോന്നുന്നില്ല. കാരണം ഇങ്ങനെ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി രംഗത്ത് വന്നപ്പോൾ തന്നെ ആദ്യമേ പരിഗണിക്കേണ്ടിയിരുന്നത് LDF UDF പോലുള്ളൊരു പ്രസ്ഥാനങ്ങളായിരുന്നു. അവർ പക്ഷെ പരിഗണിക്കാതിരിക്കുകയും എന്നാൽ NDA പോലുള്ളൊരു മുന്നണി അത്തരം ഒരു പരിഗണന തരുകയും ചെയ്തപ്പോൾ അത് സ്വീകരിച്ചത് തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ അതിന് ശേഷമുള്ള നടപടിക്രമങ്ങൾ ഒന്നും ചെയ്യാതിരുന്നത് അത് തെറ്റാണ് എന്നുള്ളത് തന്നെയാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. അതെ, കൃത്യമായിട്ട് ഇപ്പോൾ മുന്നണി എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ മുന്നണി എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ഒരു വ്യവസ്ഥ ഉണ്ടല്ലോ പൊളിറ്റിക്കിനകത്ത്. അത് ഇതിനകത്ത് നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നടക്കാതിരിക്കുമ്പോൾ അവഗണന തന്നെയാണ് അതിൻ്റെ പേര്. ഈ മാനന്തവാടിയിലൊക്കെ കഴിഞ്ഞ തവണ UDFന് സീറ്റ് നഷ്ടപ്പെട്ട മണ്ഡലമാണ്. ബത്തേരി കിട്ടി, കൽപ്പറ്റ കിട്ടി. അപ്പോൾ ഇത്തവണ എങ്ങനെയാണ് വയനാട്ടിലൊരു മത്സരത്തെ കാണുന്നത്? UDFന് അനുകൂലമായ ഒരു സാഹചര്യം നിലവിലുണ്ടോ? ഏത് തരത്തിലായിരിക്കും മാനന്തവാടിയിൽ ഉൾപ്പെടെ ഒരു മത്സര ചിത്രമൊക്കെ വരിക? അല്ല, ഇപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ ഒരു ചിത്ര UDFന് അനുകൂല ഒരു സംവിധാനമാണ് ശരിക്കും നിലനിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ എല്ലാ ജില്ലയിലും അത്യാവശ്യം ഇപ്പോൾ ഞങ്ങളുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞ് ഞാൻ രാവിലെ ഇവിടെ എത്തിയതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ദിവസം തന്നെ മറ്റ് ജില്ലകളിൽ മീറ്റിംഗാണ്. അപ്പോൾ മൊത്തത്തിൽ UDF ഒരു അനുകൂല സാഹചര്യം എല്ലാ സ്ഥലത്തിലും ഉണ്ട്. ആളുകളുടെ മനോഭാവം ആ ഒരു രീതിയിലേക്ക് ശരിക്കും മാറിയിട്ടുണ്ട്. ഈ വയനാട്ടിലെ പ്രബല സമുദായം പണിയ വിഭാഗമാണ്. പണിയ വിഭാഗത്തിന് അർഹമായ ഒരു പ്രാതിനിധ്യം എവിടെയും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഒരു നിലപാട്? അല്ല, എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ആദിവാസികളുടെ കണക്കനുസരിച്ച് ജനസംഖ്യ ആനുപാതികമായിട്ട് എടുക്കുമ്പോൾ പണിയ സമുദായം പ്രബല സമുദായം തന്നെയാണ്. ആ കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ അവരെ ആയിരുന്നു ശരിക്കും പരിഗണിക്കേണ്ടിയിരിക്കുന്നത് ഈ ആളുകളെ. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം ഈ അടിയ പണിയ ഇങ്ങനെയുള്ള കാട്ടുനായ്ക്ക, ചോലനായ്ക്ക, വെട്ടക്കുർമ ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തിനെയും പൊളിറ്റിക്കലായിട്ട് ഇതുവരെയും പരിഗണിച്ചിട്ടില്ല. അപ്പോൾ ഈ റിസർവേഷൻ എന്ന് പറയുമ്പോൾ ഈ ആളുകളുടെ ഒക്കെ തല എണ്ണിയിട്ടുള്ളതാണ് റിസർവേഷൻ. അതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമല്ല, ഒരു വിഭാഗത്തിന് മാറ്റി നിർത്തിയിട്ടുമല്ല. അപ്പോൾ ഇത്തരം ആളുകളെയും കൂടെ ഈ കൂട്ടത്തിൽ പരിഗണിക്കേണ്ടതാണ്. അതൊരു ജനാധിപത്യ മര്യാദയും കൂടി അതിനകത്തുണ്ട് അങ്ങനെ പരിഗണിക്കുമ്പോൾ. രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ജോലിയിലടക്കം ചില സമുദായങ്ങൾ കൂടുതൽ അവർക്ക് ജോലി കൂടുതൽ കിട്ടുന്ന അതിനനുസരിച്ച് അവരുടെ സാമൂഹ്യ അന്തരീക്ഷം മെച്ചപ്പെടുമ്പോൾ ചിലർ വീണ്ടും അതിന്റെ അകത്ത് പാർശ്വവൽക്കരിക്കപ്പെടുന്നു ആദിവാസി സമൂഹത്തിൽ. ആ ഒരു അവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം? ഇല്ല, ആ അവസ്ഥയ്ക്ക് നിർബന്ധമായിട്ട് മാറ്റം ഉണ്ടാവണം. ഞാൻ പറഞ്ഞ സംഭരണം ഇപ്പോൾ 2% സംഭരണമാണ് ആദിവാസികൾക്കുള്ളത്. ഈ 2% സംഭരണത്തിൽ ഇപ്പോൾ ഒന്നാമത് സംഭരണത്തിന് അർഹരായിട്ടുള്ളത് പണിയ സമുദായം തന്നെയാണ്. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. അവരെ അങ്ങനെ പരിഗണിച്ച് കൊണ്ടുവരേണ്ടത് ഈ ജനാധിപത്യ പ്രക്രിയയുടെ ഒരു ഭാഗമാണ്. ശരിക്കും അത് പാലിക്കപ്പെടണം. ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഇവരും ജനാധിപത്യ പ്രക്രിയക്കകത്തുള്ള മനുഷ്യരാണ്. അവരെയും കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ട് തന്നെ കൊണ്ടുപോകണം, അകറ്റി നിർത്തരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ചോദ്യങ്ങൾ ഉയരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ആദിവാസികൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് UDF തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എല്ലാ തലത്തിലും. അപ്പോൾ UDFിനകത്ത് ഞങ്ങൾ അടുക്കാൻ അതും കൂടെ ഒരു സാധ്യതയാണ്. ഇപ്പോൾ ഭൂമി പ്രശ്നമായാലും മറ്റ് കാര്യങ്ങളുടെ ജോലികളുടെ പ്രശ്നമായാലും മറ്റു രീതിയിലുള്ള അരിയുടെ അത്തരം കാര്യങ്ങൾ, ട്രൈബൽ പ്രൊമോട്ടർമാരുടെ സസ്തിക, ഇതൊക്കെ ട്രൈബൽ മിഷൻ,
ഇതെല്ലാം UDFന്റെ കാലഘട്ടങ്ങളിലാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ പ്രയോജനമാണ് ശരിക്കും ആദിവാസികൾക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് മുത്തങ്ങ വെടിവെപ്പ് ഉണ്ടായത് UDFന്റെ കാലത്താണെങ്കിലും അതിനുശേഷമുള്ള സമീപനം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമീപനമാണ് നടന്നിരിക്കുന്നത് മൊത്തം. അപ്പോൾ വെടിവെപ്പ് ആ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് നടന്നിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഈ ആളുകളെ പരിഗണിച്ച് ഇവരുടെ കാര്യങ്ങളിൽ ഇടപെടൽ നടത്തിയത് ഈ ഗവൺമെൻറ് തന്നെയാണ്. ഇപ്പോൾ മറ്റുള്ള ആളുകൾ ആ UDF വെടിവെച്ചു എന്ന് പറയുന്നതല്ലാതെ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഇവരെടുത്തിട്ടില്ലല്ലോ. ഇപ്പോൾ LDFനെ പോലെയുള്ള ഒരു ഗവൺമെൻറ്റിനെ നമ്മൾ പറയുകയാണെങ്കിൽ ആദിവാസികൾക്ക് അനുകൂലമായിട്ടുള്ള മുഴുവൻ നിയമത്തിനെയും ഭേദഗതി ചെയ്തത് അവരാണ്. ശരിക്കും മുഴുവൻ നിയമത്തിനെയും ആദിവാസികൾക്ക് കിട്ടാതെ എല്ലാ നിയമങ്ങളെയും ഭേദഗതി ചെയ്ത് അത് കോടതിയും കേസിലേക്ക് കുടുക്കി ആജീവനാന്ത ആളുകൾ മരിക്കുന്ന ആ സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് LDFന് നല്ല പങ്കുണ്ട്. LDF നേരിട്ടാണ് അത് വഹിച്ചിരിക്കുന്നത്. ഈ LDFന്റെ ഒരു ഇത്രയും വർഷത്തെ 10 വർഷത്തെ ഭരണത്തെ എങ്ങനെയാണ് JRP വിലയിരുത്തുന്നത്? ഇപ്പൊ തുടർഭരണം ഉണ്ടാകുന്നുള്ള സാധ്യതയൊക്കെ അവകാശവാദങ്ങളൊക്കെ പലരും ഉന്നയിക്കുന്നുണ്ടല്ലോ. ശരിക്കും ഒരു ജനവിരുദ്ധ നയം എന്ന് തന്നെ അതിനെക്കുറിച്ച് പറയാം. ജനങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു നയം സ്വീകരിക്കണമല്ലോ, അതുണ്ടായില്ലല്ലോ. അതിപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് പഞ്ചായത്ത് ഇലക്ഷൻ പോലെയുള്ള സംവിധാനത്തിൽ ജനം അത് അവർക്ക് തിരിച്ചു മനസ്സിലാക്കുന്ന ഒരു നിലപാടിലേക്ക് വരികയും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജനവിരുദ്ധ നയത്തിനെ എക്കാലവും ഇപ്പോൾ LDFന്റെ ഇതിൽ പറയുന്നത് ഞങ്ങളേത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും LDFന് വോട്ട് കിട്ടുന്ന ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. കുറ്റിച്ചൂലൊന്നും നിർത്തിയാൽ ഇപ്പോൾ വോട്ടൊന്നും കിട്ടില്ല. ജനങ്ങൾ എല്ലാ കാര്യങ്ങളെയും സാമൂഹ്യപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും തിരിച്ചറിയുന്നുണ്ട്. അത് അറിയാതെ പോകുന്നത് ഈ പ്രസ്ഥാനമാണ്. അതിൻ്റെ തിരിച്ചടിയുമാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തിരുനെല്ലി പുറത്തെ ഈ ആദിവാസി മേഖലകൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളിൽ, പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ ഇപ്പം 1ാം വാർഡിൽ ജയിച്ചിരിക്കുന്ന തിരുനെല്ലിയിൽ BJP ആണ്. അപ്പോൾ LDFന് അവരുടെ വോട്ട് ബാങ്കിനെ പിടിച്ചു നിർത്താൻ, ഈ ആദിവാസി ബാങ്കിലുള്ള ആളുകളെയൊക്കെ പിടിച്ചു നിർത്താൻ പറ്റുന്നതിലൊരു ദുർബലത വരുന്നുണ്ടോ? അത് പഴയ പോലെ ഒരു കരുത്തില്ലേ സാഹചര്യം? ഇല്ല, പഴയ പോലെയുള്ള കരുത്തൊന്നുമില്ല. ഭയങ്കരമായിട്ടുള്ള ദുർബലത ശരിക്കും നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഓരോ വാർഡ് ഇപ്പോൾ ഇവിടെ തോറ്റത് 15 വോട്ടിന് 3 വോട്ടിന് 7 വോട്ടിന് ഇങ്ങനെയൊക്കെയാണ് ആളുകൾ തോറ്റിരിക്കുന്നത്. അത് തോറ്റെന്ന് പറയാൻ പറ്റില്ല. അവിടെയൊക്കെ UDF LDF ഒരേപോലെ ഒരുമിച്ച് നിൽക്കുക. ഒരു വോട്ടിനൊക്കെ ജയിച്ച സ്ഥലമുണ്ട്, ഒരു വോട്ടിന്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് തോറ്റെന്ന് പറയാം? അപ്പോൾ ഇത് അവരുടെ ഒരു കോട്ടക്കൊത്തളമായിട്ടുണ്ടായിരുന്ന ഈ പ്രദേശത്ത് ഈ രീതിയിലേക്ക് ഒരു മാറ്റം വരുന്നത് ഈ ആളുകളുടെ മനോഭാവത്തിൻ്റെ മാറ്റം തന്നെയാണ് പ്രതിഫലിച്ചത്. ആളുകൾ ആ രീതിയിൽ അതിനെ കാണുകയും അതിന് മനസ്സിലാക്കുകയും തിരിച്ചടി കൊടുക്കേണ്ടടുത്ത് തിരിച്ചടി കൊടുക്കാൻ ഈ ആളുകൾ പൊളിറ്റിക്കലായിട്ട് പ്രാപ്തരായിട്ടുണ്ട് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ CK ജാനുവിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടു. ജനങ്ങൾ ചിന്തിക്കേണ്ടുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ഇവർ മുന്നണി വിപുലീകരണം നടത്തുവാൻ ശ്രമിക്കുമ്പോൾ പാർട്ടിയിലുണ്ടായിരുന്ന ആ മിടുക്കനായ ആ രാഹുൽ മാങ്കുട്ടത്തെ ഇവന്മാർ പുകച്ച് പുറത്തു ചാടിച്ചു. എന്നിട്ടാണ് ഈ മുന്നണി വിപുലീകരണം എന്ന് പറഞ്ഞ് ഇവരെയൊക്കെ കൂടെ ചേർക്കുവാൻ ശ്രമിക്കുന്നത്. അതുപോലെ സ്വന്തം അപ്പനെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ച ആ ഇടതുപക്ഷവുമായി സഖ്യമുണ്ടാക്കിയ മാണിച്ചക്കനെയും മുന്നണി വിപുലീകരണത്തിന്റെ ഭാഗമായി UDFൽ പ്രവേശിക്കണമെന്ന് പറഞ്ഞൊരു വിഭാഗം കിടന്ന് വാദിക്കുന്നുണ്ട്. നോർക്കുക, ഇത്രയും നെറുകെട്ട ഇവന്മാരെ അവസരമൊത്ത് കൂറുമാറുന്ന, ഓരോ തവണയും ഭരണം കിട്ടില്ല എന്ന് ഉറപ്പു വരുമ്പോൾ കൂറുമാറി നടക്കുന്ന ഇവന്മാരെ ഈ തെരഞ്ഞെടുപ്പ് എടുക്കാറാകുമ്പോൾ കൂടെ ചേർക്കുമ്പോൾ അത് മറ്റ് ഘടകകക്ഷികൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? പ്രതിസന്ധിയിൽ ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിന്ന അവർക്ക് നൽകുന്ന ഒരു സന്ദേശം എന്താണ്? ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇവർ ഈ മുന്നണി വിപുലീകരണം എന്ന് പറഞ്ഞു പോകുന്നത്. രാഹുലിനെ ഇല്ലാതാക്കി ഇപ്രകാരം ഒരു പരിപാടിയുമായി പോകുന്ന ഈ UDF നേതാക്കന്മാരുടെ ഈ അവസ്ഥ, ഈ പരിപാടികൾ ജനങ്ങൾ മറക്കരുത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം നമുക്ക് ഓർമ്മയുണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.